MCOIസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 19 വായനാ ദിനമാണ്. 1995 ജൂൺ 19 ദിവംഗതനായ PN പണിക്കർ സാറിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് വായനാ ദിനം ആചരിക്കുന്നത്. അദ്ദേഹം അധ്യാപകനായിരുന്നു, ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്നു. വായിച്ചു വളരുക എന്നുള്ള മുദ്രാവാക്യവുമായി PN പണിക്കർ സാറ് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഉറച്ച ബോധ്യമായിരുന്നു നാടിൻ്റെ വികസനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വായന ഇന്ധനമാകുന്നു എന്ന്. വായനയിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പണിക്കർ സാറ് തൻ്റെ ജീവിതം സമർപ്പിച്ചത്. അത് വലിയ പ്രയോജനം കേരളത്തിന് ഉണ്ടാക്കുകയുണ്ടായി. ഏതാണ്ട് 8500ഓളം ഗ്രന്ഥശാലകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വായന പൊതുവെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. സാമൂഹിക മാധ്യമങ്ങൾ വായനയെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ള വലിയ പരാതിയുണ്ട്. എങ്കിൽ പോലും വായിക്കുന്നവരുടെ ശതമാനം എല്ലാ കാലങ്ങളിലും ഏതാണ്ട് ഒരു 15 മുതൽ 20% വരെയാണ്. അതിൽ വലിയ കുറവ് ഉണ്ടാകുന്നില്ല. പുതിയ തലമുറ വായനയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമ്മെ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യം. ഏതായാലും പണിക്കർ സാറ് ഒരു സമയത്ത് വലിയ തോതിൽ ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് വായനയുടെ സംസ്കാരം കേരളത്തിൽ കുറേയൊക്കെ മെച്ചപ്പെട്ടു വന്നത്. 1945 അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഗ്രന്ഥശാല ആരംഭിച്ചു. ഗ്രന്ഥശാലയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്യുന്നതിന് അദ്ദേഹം പലരെയും പ്രേരിപ്പിച്ചു. വില കൊടുത്ത പുതിയ പുസ്തകങ്ങൾ വാങ്ങി. അത് വാങ്ങി വായിക്കുന്ന ആൾക്കാർ പെരുകി വന്നു. അങ്ങനെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ തുടർ പ്രവർത്തനമായി കരുതാവുന്ന വായന സംസ്കാരം വളർന്നു വന്നത്. 2017 പ്രധാനമന്ത്രി മോദി ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അത് സ്വാഭാവികമായിട്ടും പണിക്കർ സാറിനും അദ്ദേഹത്തോട് സഹകരിച്ച് പ്രവർത്തിച്ചവർക്കും വലിയ സന്തോഷത്തിൻ്റെ അവസരമായി തീർന്നു. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നുവെന്നാണ് ഇംഗ്ലീഷ് ചിന്തകനായിരുന്ന സർ ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞിട്ടുള്ളത്. വളരെ ശരിയായ ഒരു പ്രസ്താവനയാണത്. വായിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് കൂടുതൽ വികസ്വരമാകുന്നു, അവന് ഭാവനാശേഷി ഉണ്ടാകുന്നു, അവൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾ അപ്രത്യക്ഷമാകുന്നു, മനസ്സ് കൂടുതൽ സ്വതന്ത്രമായിട്ട് തീരുന്നു, അവൻ്റെ അറിവ് വർദ്ധിക്കുന്നു, തനിക്ക് മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, തൻ്റെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ അവന് ഗ്രഹിക്കാൻ കഴിയുന്നു, വരാനിരിക്കുന്ന ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുന്നു. തലമുറകളെ തമ്മിൽ പുസ്തകങ്ങൾ ബന്ധിപ്പിക്കുന്നു എന്നവൻ തിരിച്ചറിയുന്നു. പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഇന്നലകളെയും നാളെകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ് എന്ന് വായനക്കാർ മനസ്സിലാക്കുന്നു. വായിക്കുന്നവരുടെ മനസ്സ് കൂടുതൽ ശോഭ നിറഞ്ഞതായി തീരുകയാണ്. അവർക്കെല്ലാ കാര്യങ്ങളെയും ഭാവാത്മകമായിട്ട് കാണാൻ കഴിയുന്നു. അവരുടെ മനസ്സ് ക്രിയാത്മകമായിട്ട് തീരുകയാണ്. അലസന്റെ മനസ്സ് നിഷ്ക്രിയമാണ്. വായനയിലൂടെ
അവൻ്റെ മനസ്സ് സക്രിയമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. വായിക്കുന്ന മനുഷ്യർക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം അറിവ് വളർച്ചയാണ്. വായിക്കുന്നതിൻ്റെ തോതനുസരിച്ചാണ് ഒരാൾ വളരുന്നത്. ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പറയപ്പെടുക. കാരണം വിജ്ഞാനശാഖകൾ അത്ര വേഗതയിലാണ് വളരുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും വായിക്കുന്നവർ കാലത്തിന് ഒത്തു വളരുകയാണ്. വായിക്കാതിരിക്കും തോറും അവർ കാലത്തിൻ്റെ പിന്നിലേക്ക് മാറ്റപ്പെടുകയാണ്. വായന മനുഷ്യൻ്റെ അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, അവൻ്റെ ഓർമ്മശക്തി കൂടുതൽ ബലപ്പെടുത്തുന്നതിന് അത് കാരണമാകും. അതുപോലെ തന്നെ മനസ്സ് കൂടുതൽ ഏകാഗ്രമായി തീരുന്നതിനും വായന സഹായിക്കും. വായനയിലൂടെയാണ് നമുക്ക് പദസമ്പത്തുണ്ടാകുന്നത്. പദസമ്പത്ത് വർദ്ധിക്കുമ്പോഴാണ് നന്നായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയുക. എഴുതാൻ കഴിയുന്നതും പദസമ്പത്ത് കൂടി വരുമ്പോഴാണ്. അതുകൊണ്ട് വായിക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും വെളിച്ചമുള്ള മുറി പോലെയായി തീരുകയാണ്. ഗ്രന്ഥപാരായണം ശീലമാക്കുന്നവർ യഥാർത്ഥത്തിൽ തുടർ പഠനം നടത്തുകയാണ്. അതൊരു സാംസ്കാരിക പ്രവർത്തനമാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നമ്മുടെ വീടുകൾ ഗ്രന്ഥശാല പോലെയായിരിക്കണം. പക്ഷേ എത്ര വീടുകളിലാണ് പുസ്തക ശേഖരമുള്ളത്? ഇന്ന് അടിസ്ഥാന സൗകര്യമുള്ള ധാരാളം വീടുകളുണ്ട്. അത്തരം സമ്പന്ന വീടുകളിൽ പോലും പുസ്തക ശേഖരം ഉള്ളതായിട്ട് കാണാൻ കഴിയാറില്ല. കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തെക്കുറിച്ചല്ല പറയുന്നത്. പൊതുവിജ്ഞാനം നൽകുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട്. അത്തരത്തിലുള്ള പുസ്തകങ്ങൾ പണം മുടക്കി വാങ്ങിവെക്കുന്ന വീടുകൾ വളരെ ചുരുക്കമാണ്. ആ വീട്ടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങളുണ്ടാകും, വീട്ടുപകരണങ്ങളുണ്ടാകും, സ്വർണമുണ്ടാകും. മനുഷ്യന് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വിപണിയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടാകും. പക്ഷേ വളരെ ചുരുക്കം വീടുകളിൽ മാത്രമാണ് ഗ്രന്ഥശാലകളുള്ളത്. അങ്ങനെയുള്ള വീടുകളിൽ നിന്നാണ് പഠനോത്സാഹമുള്ള കുട്ടികൾ വളർന്നു വരുന്നത് എന്നുള്ളത് മറക്കാനാവാത്ത ഒരു കാര്യമാണ്. ഓരോ വർഷത്തെയും വായനാ ദിനത്തിന് പ്രത്യേകമായൊരു പ്രമേയമുണ്ട്. 2024 വായനാ ദിനത്തിൻ്റെ പ്രമേയം റീഡ് യുവർ വേ എന്നുള്ളതാണ്. അതായത് നിൻ്റെ ജീവിതത്തിൻ്റെ വഴി വായനയിലൂടെ നീ കണ്ടെത്തണം. അതായത് അറിവ് ആർജിക്കുക വഴിയാണ് നിൻ്റെ ജീവിത സമ്പന്നമായിട്ട് തീരുന്നത് എന്നാണ്. ജീവിതത്തെ സന്തോഷകരമാക്കാനും വിജയിപ്പിക്കുവാനുമാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഏക മാർഗം അറിവ് വർദ്ധിപ്പിക്കുക, വായനയിലൂടെ മനസ്സിനെ സമ്പന്നമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വായനാ ദിനം കുട്ടികൾക്കും അധ്യാപകർക്കും പഠനം ഔദ്യോഗികമായി തീർന്നുവെന്ന് കരുതുന്ന മുതിർന്നവർക്കും അനുഗ്രഹമായി തീരേണ്ടതാണ്. വായനയുടെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുന്നതിന് അച്ചടി മാധ്യമങ്ങളെ ആശ്രയിച്ചേ മതിയാവൂ. ഇലക്ട്രോണിക് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമൊക്കെ വിവരശേഖരണത്തിന് സഹായിച്ചേക്കാം. എന്നാൽ അച്ചടി മാധ്യമങ്ങളിലൂടെ മാത്രമാണ് നമ്മുടെ അറിവ് കൃത്യമാക്കാനും വികസ്വരമാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ ഭാഷയും സാഹിത്യവുമൊക്കെ നമുക്ക് വശംവദമാകുന്നത് അച്ചടി മാധ്യമങ്ങളെ ആശ്രയിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ വായനാ ദിനം കേരളത്തിൻ്റെ സാംസ്കാരികമായ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നതിന് ഇടയാകട്ടെ എന്ന് നമുക്കൊക്കെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം.